വിരാജ് ഗോകുൽ, ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ചാൻസലറായ ഗവർണർക്കും ആ ഗവർണറുടെ തിട്ടൂരങ്ങൾക്കനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ RSS താൽപ്പര്യങ്ങൾ അനുസരിക്കുന്ന VC-മാർക്കും കിട്ടിയ പ്രഹരമാണോ? ചാൻസലർ ഇനിയെങ്കിലും ഒരു പാഠം പഠിക്കുമോ? യുവരാജ് ഗോകുൽ. അല്ല അരുണെ, അതിനകത്തൊന്ന് ആ കോടതി വിധി കുറച്ച് മുമ്പ് മാത്രമാണ് വന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ ഇപ്പോൾ ഈ രണ്ട് വിഷയമായിട്ടാണ് കാണാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. വളരെ ആകസ്മികമായിട്ടാണല്ലോ പെട്ടെന്ന് ഈ വിധി ഇപ്പോൾ ഇന്നിങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. അതിനിപ്പോൾ മേൽക്കോടതികളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ആ ചട്ടങ്ങൾ പാലിക്കപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള വിഷയങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും അത് അതിൻ്റെ വഴിക്ക് പോട്ടെ എന്നാണ് ഞാൻ നിലവിലെ സാഹചര്യത്തിൽ പറയാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. ഒരുപക്ഷെ നാളെയാണെങ്കിൽ കുറച്ചുകൂടി വിശദമായിട്ട് എനിക്ക് ആ വിഷയത്തിനകത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരിക്കും. ഒന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോൾ എന്തിനാണ് ഈ സമരം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. സത്യം പറയാമല്ലോ, കഴിഞ്ഞ 2 ദിവസമായിട്ട് SFI അവിടെ എന്തിനാണ് അവരവിടെ സമരം നടത്തുവാനും വേണ്ടിയിട്ട് എന്താണ് അവരുടെ പ്രശ്നം? ഇപ്പോൾ എന്നോട് ഈ ചർച്ചയ്ക്ക് വിളിക്കുന്ന സമയത്ത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഫയൽ, ഏതാണ്ട് 2,500ഓളം ഫയലുകൾ വൈസ് ചാൻസലർ ഒപ്പിടാതെ വെച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാനതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഫയലുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് ആശങ്കകളുണ്ട്, ആശയക്കുഴപ്പമുണ്ട് എന്ന് പറയുന്നുണ്ട്. അത്രത്തോളം ഉണ്ടോ അതോ അതിൽ കുറവാണോ? പോട്ടെ, ഇനി 1 ഫയലോ 2 ഫയലോ ആവട്ടെ, അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെ ആയിരിക്കുമല്ലോ, പലരെയും ബാധിക്കുന്നത് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഗവർണർ VC-ക്ക് അത് ഒപ്പിടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? നമ്മൾ സാധാരണ രാവിലെ എഴുന്നേറ്റ് ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വെട്ടാനും കൊല്ലാനും കുത്താനും വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കവിടെ എങ്ങനെയാണ് അവിടെ പോയിട്ട് നമ്മുടെ ജോലി ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? അപ്പോൾ അവിടെ വെറുതെ ഒരു സമരാഭാസം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതെന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്, നിലവിലെ കേരള സർക്കാരിൻ്റെ ഭരണ പരാജയങ്ങളെ മറച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കവറിംഗ് ഫയറാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിനെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനെ മുൻനിർത്തിക്കൊണ്ട് SFIയുടെ നേതൃത്വത്തിൽ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കാതലായ വിഷയങ്ങളിൽ നിന്ന് മാറുക. SFIയുടെ പ്രതിനിധികൾ ഇന്ന് അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിരുന്നു, മറ്റ് വിദ്യാർത്ഥി സംഘടനകളൊക്കെ എവിടെ പോയി, ആരും സമരം ചെയ്യുന്നില്ലല്ലോ എന്ന്. അവരോട് പറയാനുള്ളത് സഖാവെ, മറ്റ് വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന യഥാർത്ഥ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തെരുവിൽ സമരത്തിലാണ്. അവരെല്ലാവരും തന്നെ പോയിട്ട് എന്താണ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നുണ്ട്, സർക്കാരിനെതിരെ സമരം ചെയ്യുന്നുണ്ട്, കീം പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയം. ബാക്കിയൊക്കെ വിഷയങ്ങളും സാങ്കേതികമായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്നതാണ്. സർവകലാശാലയിൽ ഈ സമരങ്ങൾ എന്തിനാണെന്ന്, കേരള സർവകലാശാലയിൽ ഇപ്പോൾ ഫയൽ നീങ്ങാത്തതിന്റെ കാരണം ആരാണ്? ഫയൽ നീങ്ങാത്തതിൻ്റെ അരുണെ, അവിടെ ഫയൽ നീങ്ങാത്തതിൻ്റെ അരുണെ, അവിടെ ഒരു പരിപാടി നടക്കുന്ന സാഹചര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വിഷയം. നിങ്ങൾക്ക് അതിനകത്ത് ആശയപരമായി എതിർപ്പുണ്ടാകും, എനിക്കറിയാം. തീർച്ചയായിട്ടും താങ്കൾക്ക് അതിനകത്ത് 100% എതിർപ്പുണ്ടാകും. SFIക്കാർക്കും എതിർപ്പുണ്ടാകും, KSUക്കാർക്കും എതിർപ്പുണ്ടാകും. അത് വേറൊരു വിഷയമാണ്. നോക്ക്, സെനറ്റ് ഹോളല്ലാതെ മറ്റൊരു ഹോളാണ് ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു ഹോളിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഒരു ഹോള് ബുക്ക് ചെയ്യുന്നു, ആ ഹോളിനകത്തൊരു പരിപാടി നടത്തുന്നു. ആ പരിപാടി നടക്കുന്ന സമയത്ത് ഈ ചിത്രം വയ്ക്കാൻ പറ്റില്ല, മറ്റൊരു ചിത്രമാണെങ്കിലേ അനുവദിക്കുള്ളൂ, നിങ്ങൾ വെക്കുന്നത് പോലെ ഒന്നും വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു കൂട്ടർ വന്നുണ്ടാക്കുന്ന പ്രശ്നം, അത് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ സ്വാഭാവികമായിട്ടും ഭരണഘടന പറയുകയാണ്. അദ്ദേഹം അവിടെ വരുന്ന സമയത്ത് അദ്ദേഹത്തെ ഉൾപ്പെടെ തടയാൻ നിൽക്കുന്നു. തീർച്ചയായിട്ടും അവിടെ സ്വാഭാവികമായിട്ടും വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകട്ടെ. കാര്യങ്ങൾ താങ്കൾ പറഞ്ഞത് അവിടെ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. അതിൽ ചട്ടത്തിലല്ലാത്ത വിധത്തിൽ ആ ഹാൾ ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ മുന്നറിയിപ്പില്ലാതെ പരിപാടി റദ്ദാക്കാനുള്ള അവകാശം രജിസ്ട്രാർക്കില്ലേ? അല്ല, ചട്ടത്തിലില്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടത്തിൽ ഭാരതാംബയുടെ ചിത്രം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മതപരമായ ഏതെങ്കിലും ചിഹ്നങ്ങൾ അവിടെ കാവ്യാണ് മതപരമായ ചിഹ്നമായിട്ട് രജിസ്ട്രാർക്കും സർവകലാശാലയ്ക്കും തോന്നിയത്. ക്യാൻസൽ ചെയ്യാനുള്ള അവകാശമില്ലേ? എന്റെ ചോദ്യം ഇതാണ്. ഏതോ ഒരു സംഘടന, ആ സംഘടനയ്ക്ക് വേണ്ടിയാണോ വൈസ് ചാൻസലറും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുകയും സസ്പെൻഡ് ചെയ്ത നടപടി നിയമവിധേയമാകുമോ എന്ന വലിയ ചോദ്യം ഉയർത്തുകയും ചെയ്തത്? അപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രശ്നമല്ല,
നിങ്ങൾക്ക് വിഷയം ഭാരതാംബയും ആ സംഘടനയുമാണ്. അല്ലല്ല, അത് അങ്ങയുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അങ്ങ് പറഞ്ഞത് അവിടെ കാവി നിറം കണ്ടു, അത് മതപരമായ ചിഹ്നമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങ് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ, അവിടെ ഏതെങ്കിലും ഒരു ചുമരിന് കാവി നിറം അടിച്ചു വെച്ചിരുന്ന ഇവർ ആ ചുമര് പൊളിക്കാൻ വേണ്ടിയിട്ട് പറയും ഇത് കാവി നിറമാണ്, ഇത് ഇവിടെ തീർത്തും ബാലിശമായിട്ടുള്ള വാദങ്ങൾ മാത്രമാണ്. അല്ലല്ല, ഇത് തർക്കമുണ്ടെങ്കിൽ നിങ്ങൾ ചാൻസലർ നേരിട്ട് ഈ വിഷയത്തിൽ വിവേചനാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവർക്ക് ഇഷ്ടമില്ലാത്തത് എന്ത് കണ്ടാലും അല്ലല്ല അങ്ങനെ എങ്ങനെയാണ് അരുൺ, അതെന്ത് വിവേചനാവകാശമാണ്? അല്ലല്ല അരുണെ, വിവേചനാധികാരം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഡൈജസ്റ്റ് ആവുന്ന തരത്തിൽ വേണം വിവേചനാധികാരത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഒരു പരിപാടി, ഒരു സംഘടന സ്ത്രീയുടെ ചിത്രത്തിന്മേൽ പൂജയർപ്പിച്ച് നിലവിളക്ക് കൊളുത്തിയ പരിപാടി നടന്നല്ലോ യുവരാജ്. വയ്ക്കാൻ പറ്റില്ല. ഞങ്ങൾ പറയുന്ന യുവരാജിന്റെ ചോദ്യം ഇതാണ്, പരിപാടി നടത്താൻ പറ്റുമോ എന്ന് പറയുന്നത് അധികാരമാണെന്ന് എനിക്ക് മനസ്സിലാവും. ആയിക്കോട്ടെ, ഗവർണർ അവിടെ പരിപാടി നടത്തി പോയില്ലേ? ഗവർണർക്ക് എന്തെങ്കിലും തടസ്സം രജിസ്ട്രാർ വരുത്തിയോ? ഒന്നും വരുത്തിയില്ലല്ലോ. ഗവർണർക്ക് ഉൾപ്പെടെ തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലല്ലേ രജിസ്ട്രാർ അന്ന് അവിടെ വന്ന് ഒരു പരിപാടി ഗവർണർ അവിടെ വരുന്ന പരിപാടി ഗവർണർ അവിടെ വരുന്ന പരിപാടി അല്ലല്ല ഗവർണറുടെ പരിപാടി ഗവർണർ വന്ന് വളരെ കംഫർട്ടബിളി അകത്ത് കയറി നടത്തിയതാണോ അതോ പോലീസ് പോയതിനു ശേഷം പിന്നീട് ആ രജിസ്ട്രാറെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ സർവകലാശാലയിൽ സംഭവിക്കുന്നതിന് ഉത്തരവാദി ആരാണെന്നാണ് എൻ്റെ ചോദ്യം. അതിനങ്ങ് ഉത്തരം പറഞ്ഞില്ല. ഈ ഫയൽ സ്തംഭനത്തിന്റെ ഉത്തരവാദി ആരാണ്? നോക്കൂ, ഉത്തരവാദി ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണ പരാജയങ്ങളാണ്. കാരണം അവർക്ക് അത് മറച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റ് ചില ബഹളങ്ങളും കോലാഹലങ്ങളും തൊട്ടപ്പുറത്ത് ഉണ്ടാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് അതാണ് ഇപ്പൊ നിലവിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അരുണ, ഇത് 2015 ഒരു റിപ്പീറ്റേഷൻ ആണ് 2025 ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിൽ 2015 റിപ്പീറ്റേഷനാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. 2015 അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് തോറ്റു പ്രതിരോധത്തിൽ പോയി കഴിഞ്ഞ ഇടതുപക്ഷം എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് കുറെ നാൾ RSSനെതിരെ ഞങ്ങളാണ് എന്ന് പറഞ്ഞ് തെരുവില് ബീഫ് ഫെസ്റ്റ് പോലുള്ള ഓരോ സാധനങ്ങളുമായിട്ട് ഇറങ്ങി അവര് തെരഞ്ഞെടുപ്പില് മുസ്ലിം വോട്ടിനെ കംപ്ലീറ്റ്ലി അവരുടെ വളരെ ചെറിയൊരു വിഷയത്തിനെ വലുതാക്കിയിട്ട് വലിയൊരു വിദ്യാർത്ഥികളോട് എന്തെങ്കിലും ഉൾപ്പെടെ അട്ടിമറിച്ചുകൊണ്ട് സർവകലാശാലയ്ക്ക് അത് ബളമിക്കല്ല ചെയ്യേണ്ടത്. കേട്ടില്ല? എന്താണ് ഈ ഫയൽ സ്തംഭനത്തിന് കാരണമെന്ന ചോദ്യത്തിന് അവിടുത്തെ VC-ക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ യുവരാജ്? അവിടുത്തെ VC-ക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ ഉത്തരവാദിത്വം അവിടെ പോയി ബഹളം ഉണ്ടാക്കുകയും VC-യുടെ കാല് തല്ലി ഓടിക്കും കഴുത്ത് വെട്ടും എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന SFIക്കാർക്ക് ഉണ്ടായിരുന്നേ. അവരെ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്ന CPM ഉണ്ടായിരുന്നേ. അവരുടെ പുറകെ നിൽക്കുന്ന ഈ സർക്കാരിനുണ്ടായിരുന്നേ. അതാണോ അതേ ഉത്തരവാദിത്വം അതിന് മുകളിലുള്ള ഉത്തരവാദിത്വം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്തിനാണ് VC? രജിസ്ട്രാറിനെ VC നോക്കൂ, അത് അവരുടെ അക്കാഡമിക്കലായിട്ടുള്ള വിഷയമാണ്, അല്ലെങ്കിൽ അവരുടെ ആഭ്യന്തരമായിട്ടുള്ള വിഷയമാണെന്ന് പറയാനാണ് ഞാൻ കൂടുതൽ താല്പര്യം. അല്ലല്ല, നോക്കൂ, VC-യെ സംബന്ധിച്ച് ഞാനിപ്പോ VC-യുടെ വക്താവായിട്ടല്ലല്ലോ ഇരിക്കുന്നത്. ഞാൻ ഈ വിഷയം ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാള്, ആ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളെ അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് സിൻഡിക്കേറ്റ് കൂടി എന്നൊന്നും പറയാനില്ല, 3-4 പേര് വട്ടം കൂടിയിരുന്ന് അവരൊരു തീരുമാനം എന്ന് പറഞ്ഞെടുക്കുന്നു. അതിന്റെ പുറത്തോട് ബൈപ്പാസ് ചെയ്തുകൊണ്ട് വേറെ തീരുമാനം എടുക്കാൻ നോക്കുന്നു. അവിടെ നടക്കുന്നത് ഒരു വടംവലിയാണ്. ആ വിഷയം എടുത്തിട്ട് ചിത്രീകരിച്ചിട്ട് കാര്യമില്ല. Debate with Dr. Arun Kumar.